ആയിരത്താണ്ടുകൾക്കപ്പുറം മണത്തണ നാട്ടിൽ ജീവിച്ച അതിസുന്ദരിയായ നാട്ടുപെണ്ണ്. കനവ് വിരിയുന്ന നീണ്ടിടംപെട്ട കണ്ണും മഴവില്ല് വിരിയുന്ന കവിളിണയും നീളൻ മുടിയുമുള്ള നീലികേശി. കാണുന്നോർ ആരായാലും കൊതിച്ചു പോകുന്ന ആ പെൺമേനിയിൽ നാടുവാഴുന്നിടപ്രഭുവിൻ്റെ കണ്ണുടക്കിയതോടെ അവളുടെ കഷ്ടകാലം തുടങ്ങി. എല്ലാം തനിക്കധീനമെന്ന് കരുതിയ നാടുവാഴിക്ക് അവളുടെ ധിക്കാരം അസഹ്യമായപ്പോൾ മണത്തണച്ചിറയിൽ മുക്കിക്കൊല്ലാൻ കൽപ്പനയായി. നാടും നാട്ടുകൂട്ടവും നോക്കി നിൽക്കെ അവൾ ആ ചിറയിൽ ചത്തുപൊങ്ങി. പക്ഷേ നീലിയമ്മയെ തുണവിളിച്ച നീലികേശി കൊടുങ്കാറ്റായി, ഇടിമുഴക്കമായി മണത്തണ നാടിനെ കിടിലം കൊള്ളിച്ചു. ഭയന്നുകഴിഞ്ഞ അക്കാലത്തൊരിക്കൽ നാടുവാഴുന്നവരുടെ അതിഥിയായി വന്ന ബ്രാഹ്മണൻ സന്ധ്യാവന്ദനത്തിന് ചിറയിൽ മുങ്ങുവാൻ പോയപ്പോൾ ഒരു സുന്ദരി നീട്ടിയ അത്തും താളിയും വാങ്ങാൻ തുനിഞ്ഞതേയുള്ളൂ. അയാൾ ആഴക്കയത്തിൽ വീണ് ചത്തുപൊങ്ങി. കഥ കേട്ടറിഞ്ഞ മഹാമന്ത്രവാദി കാളകാടൻ കോവിലകത്തേക്ക് വന്നു. പഴയ കഥയിലെന്ന പോലെ മേലുകഴുകാൻ ചിറയിൽ എത്തവേ അതാ ആ സുന്ദരി ദേവീമന്ത്രം ഉരുക്കഴിച്ച് നെഞ്ചിൽ ചേർത്ത മുഷ്ടിയിലെ അരിയും പൂവുമെറിഞ്ഞ കാളകാടർ മന്ത്രിച്ചു, അമ്മേ, അത്തും താളിയും ഈ മകന് തന്നാലും. മാതൃവാത്സല്യം കരകവിഞ്ഞൊഴുകിയ ദേവി കാളകാടരോടൊപ്പം മാങ്ങാട്ടേക്ക് വഴിയിറങ്ങി. പശുക്കൂട്ടവും പുലികളും ഒന്നിച്ചു വിലസുന്ന വിശാല വിസ്തൃതമായ കുഴക്രോം കാട് കണ്ട് കൊതിച്ചു നിന്ന ദേവിയെ ആ വനസ്ഥലിയിൽ നമ്പൂതിരി കുടിയിരുത്തി. നാടുവാഴുന്ന തമ്പുരാൻ തീപ്പെട്ടാലും അരിയിട്ട് വാണാലും കോട്ടത്തമ്മയ്ക്ക് തിരുനൃത്തമാകാം എന്ന അരുളപ്പാടുണ്ടായി.